പറഞ്ഞ് വായിച്ച് റെക്കോർഡ് ചെയ്ത് അതാണ് ടെക്നീഷ്യന്റെ മുന്നിലും ആർട്ടിസ്റ്റുകളുടെ മുന്നിലും ഒരു സച്ചിയേട്ടൻ കൊടുത്തിരുന്നത് എന്നിങ്ങനെ ഞാൻ കേട്ടിട്ടുണ്ടായി. അപ്പൊ അത് തന്നെ രഞ്ജിതനും പറഞ്ഞു, ഇങ്ങനെ സച്ചി എങ്ങനെ ചെയ്തിട്ടുണ്ട്, നമുക്ക് അങ്ങനെ എന്തെങ്കിലും സാധ്യത ആലോചിക്കണോ തരുണേ എന്ന് ചോദിച്ചപ്പോൾ അതെന്റെ മുന്നിൽ വലിയ ഓപ്പർച്യൂണിറ്റി അല്ലെങ്കിൽ വലിയ വാതിൽ തുറക്കും, എന്തുകൊണ്ട് അങ്ങനെ ചെയ്തുകൂടാ. പിന്നീട് എൻ്റെ ഏതാണ്ടൊരു 2 ആഴ്ചത്തെ എൻ്റെ കൂടെയുള്ള സഹസംവിധായകരുടെ ഒക്കെ ജോലി എന്ന് പറയുന്നത് ഞങ്ങളുടെ കൂടെയുള്ളൊരു അഭിനയിക്കുന്ന ദീപക് എന്ന് പറയുന്ന ആർട്ടിസ്റ്റിനെ കൊണ്ടുവന്ന് നിർത്തി ഈ സിനിമ ഒന്നടങ്കം സീൻ 1 മുതൽ ഞങ്ങൾ ശബ്ദരേഖ പോലെ റെക്കോർഡ് ചെയ്യും. അപ്പം ആദ്യം ഇങ്ങനെ സംഭാഷണങ്ങൾ പറഞ്ഞു തുടങ്ങി, അങ്ങനെ പറഞ്ഞ് അതിൻ്റെ മോഡുലേഷൻസ് കറക്റ്റ്. അപ്പം ഞാൻ ഒരു സിനിമ സംവിധാനം ചെയ്യുന്നതിന് മുന്നേ അതിൻ്റെ ഒരു സൗണ്ട് സ്കേപ്പിലൂടെ സംവിധാനം അറിയുകയാണ്. അപ്പോൾ അതിന് ആക്ടറിന്റെ മോഡുലേഷൻ കറക്റ്റ് ചെയ്ത് ക്ലാരിറ്റികൾ വരുത്തി പോസുകൾ കറക്റ്റാക്കി ഒരു നടനെ കൊണ്ട് ആ സിനിമ മൊത്തം പറയിച്ചെടുത്തതിന് ശേഷം ഞാൻ അതിലേക്ക് ശബ്ദവും മ്യൂസിക്കുകളും, അന്ന് നമ്മൾ ഒറിജിനൽ മ്യൂസിക്കുകളൊന്നുമില്ല, എന്നാലും നമുക്ക് ഇഷ്ടമുള്ള ഇതിനോട് സമാനമായിട്ടുള്ള റെഫറൻസ് മ്യൂസിക്കുകളുടെ സഹായത്തോടു കൂടി ഇതിനൊരു സൗണ്ട് ഡിസൈനൊക്കെ ഉണ്ടാക്കി. ആ സിനിമ കണ്ടവർക്ക് തുടക്കത്തിൽ തന്നെ ഒരു വലിയ ഉരുൾപൊട്ടലൊക്കെയാണ് കാണിക്കുന്നത്. അപ്പം